ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ലുക്കിലേക്ക് സ്നാക്സൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ സമാധാനത്തിൽ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ടോ. ഭയങ്കര തിരക്കിടും ഇവിടെ. പിന്നെ ഓരോരുത്തരും എന്താ പറയുക, കൂട്ടം തെറ്റിയെന്ന് പറയൂലേ, അതുപോലെയാണ്. കാരണം എല്ലാവരും സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും പിന്നെ ആ ഭംഗി കണ്ട് ആസ്വദിക്കാനും എല്ലാവരും നാല് ഭാഗം ചിന്നി ചിതറിട്ടോ. ഇത് നോക്കാം എന്ത് ഭംഗിയാണല്ലേ ഇങ്ങനെയൊക്കെ കാണാൻ. അതുപോലെ തെങ്ങിൻ്റെ ഓരോ സംഭവം കൊണ്ടെല്ലാം എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആഹാ, മോളൊക്കെ ഫോട്ടോഷൂട്ടിലാണ്. പിന്നെ ഇങ്ങനെ കാണും ഇവർക്ക്. ചിന്നി അനിലേക്ക് എവിടെയെന്നാവോ, ഷെമിമോളും ആപ്പിയും ഫാമിലി ഇത് അവിടെ നിൽക്കണു. അവർ വേറൊരു ഷൂട്ടിലാണ് കേട്ടോ. എന്തായാലും ശരി, ഞാൻ ഇവരെ ഒന്ന് എടുത്തു കൊടുക്കട്ടെ. ഇത് കണ്ടോ, ഇത് പറഞ്ഞില്ലേ തെങ്ങിൻ്റെ പട്ട കൊണ്ടാണ് ഈ സംഭവം, തെങ്ങിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ഇതുകൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ദാ ഷെമിമോളും ആപ്പിയും കുഞ്ഞാമ്മയും സിനും ഇപ്പുട്ടിയും സോനും എല്ലാവരും റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരെ ഒന്ന് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് കുട്ടീസിൻ്റെ ഒരു ഫോട്ടോ എടുക്കലാണ് ഇവിടെ. എന്താ പറയുക, അപ്പോൾ എല്ലാ കുട്ടികളെയും ഒതുക്കി നിർത്തുന്നുണ്ട്. പക്ഷേ എങ്ങനെ ഒരാൾ അങ്ങോട്ട് വിളിക്കുമ്പോഴേക്കിനും ഒരാൾ അങ്ങോട്ട് ഓടും. പിന്നെ എങ്ങനെ കിട്ടുക കുട്ടികളെ? അതിൻ്റെ ഇടയിൽ അച്ഛന് ദാഹം വന്നു. അങ്ങനെ ഒരു വിധത്തിൽ കുട്ടീസിനെയൊക്കെ നിർത്തിയിട്ട് ഇതാ ഫോട്ടോ എടുക്കണം. പക്ഷേ ഇതിലൊരാളെ കുറവുണ്ടല്ലോ. ആ ആളാരാ? അതാ ഇന്നത്തെ താരം സനമോള്. സനമോളും കൂടി വന്നപ്പോഴാണ് ഈ എന്താ പറയുക ഇത് ഫിനിഷായത്, പൂർത്തിയായത് കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ ഏറ്റവും ഭംഗിയിലാണ് ഫോട്ടോഷൂട്ട് ഇവിടെ നടക്കുന്നത്. അങ്ങനെ മാഷാ അല്ലാഹ് ഇവരെയും കൂടെ എടുത്തു കഴിഞ്ഞു. ഇത് കണ്ടില്ലേ, മറ്റേ കൊറ്റിയൊക്കെ നിൽക്കുന്ന പോലെ. എടോ, ഇതൊക്കെ മരം കൊണ്ടും മറ്റേ സംഭവം കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഇടയിൽ ചിന്നെന്തോ പറയുന്നുണ്ട്. ഒന്നുമല്ല, നമ്മളിവിടെ റിഹേഴ്സൽ എടുക്കുകയാണ്. എന്തൊന്ന് നങ്കൂരമായി ആ പാട്ടില്ലേ, അത് എല്ലാവരും കൂടെ ഒരുമിച്ച് പാടാമെന്ന് പറഞ്ഞിട്ടേ അതിൻ്റെ റിഹേഴ്സൽ ഒരു വകയാണത്. എത്രയോ പ്രാവശ്യം റിഹേഴ്സൽ ചെയ്തു എന്നറിയോ. അതിൻ്റെ ഇടയിൽ നമ്മൾ കോമഡി പറയുന്നുണ്ട്. അതൊക്കെ പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനത് നിർത്തി. എന്തായാലും ശരി, അത് അടിപൊളിയായിട്ട് കിട്ടി. അതിൻ്റെ ഇടയിൽ ഡാനിനെ എനിക്കും കിട്ടി. ഡാനിനെ എടുത്ത് നടക്കുകയാണ് ഞാൻ. പിന്നെ അതുപോലെ തന്നെ എന്താ ഇനിയിപ്പോൾ ആ പാട്ട് വെച്ചിട്ട് സ്റ്റാറ്റസ് വെക്കണം എന്ന് പറഞ്ഞിരിക്കണു. അത് വെച്ചിട്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡിൻ്റെ ചർച്ചയാണ് ഇവിടെ. കാരണം എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് സ്നാക്സും കാര്യങ്ങളുള്ളൂ പറഞ്ഞപ്പോൾ ആപ്പാർ 3 പേരും എന്ത് ചെയ്തു, പുറത്ത് പോയി കഴിക്കാമെന്നായി. നമ്മൾ എന്ത് ചെയ്തു, ഇവിടുത്തെ സ്നാക്സും ബർഗറും പഴംപൊരി ജ്യൂസ് ഐറ്റംസ് അങ്ങനെയൊക്കെ കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ ഇടയിൽ കുട്ടികളുണ്ടോ, കുട്ടികളുടെ കുസൃതി കണ്ടില്ലേ? നല്ല ഭംഗിയുണ്ട് ഈ മുതലനെ കാണാനല്ലേ. എല്ലാവരും അതിൻ്റെ മുകളിൽ കൂടെയാണ്. അതോ മിച്ചും മുകളിലുണ്ട്, മിച്ചും അഞ്ചും താഴെയുണ്ട്. അതിൻ്റെ ഇടയിൽ അല്ലുക്കിളി കാട്ടാനുണ്ട്. കുട്ടികൾക്ക് എന്തായാലും നല്ല കുട്ടികൾ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആപ്പാരി പോയി, എവിടേക്ക് പോയി, ഫുഡ് അവർ വാങ്ങി കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ വീണ്ടും ചർച്ച ചെയ്യണം. എന്തോ ചർച്ച, ഇവിടെ നിന്ന് വാങ്ങി കഴിക്കില്ലേന്ന്. അങ്ങനെ ഇവിടെ നിന്ന് വാങ്ങാൻ ഞങ്ങളിതായി ഫുഡ് കോർട്ടാണ് കേട്ടത്. അങ്ങനെ അവനാൻ ഇഷ്ടമുള്ളത് അവനാൻ കാശ് കൊടുത്ത് വാങ്ങുക എന്നുള്ള തീരുമാനത്തിലെത്തി. അതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും ഈ എന്താ പറയുക പൂക്കളൊക്കെ എടുക്കണുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനിത്. ഇത് കഴിഞ്ഞിട്ട് വേണം വീണ്ടും പൂക്കളെടുത്ത് തന്നെ വരാൻ. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ പറഞ്ഞു എന്തോന്ന് ഇവർക്ക് ബർഗർ മതിയെന്ന്. പിന്നെ ഞങ്ങൾ ബർഗർ വാങ്ങി. അതിൻ്റെ തൊട്ടന്നെ ബിരിയാണി ഉണ്ട് കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു. കുറച്ച് കഴിഞ്ഞിട്ട് കാണാം.